സൗരോർജ്ജ പാനലുകൾ വെക്കുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റായിരുന്നു മുൻ DGP ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയ ആ കുറിപ്പ്. ഇപ്പോൾ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ KSEB രംഗത്ത് വന്നിരിക്കുകയാണ്. ആർ ശ്രീലേഖയ്ക്ക് അറിവില്ലായ്മ, അവർക്ക് സൗരോർജ്ജ ബില്ലിങ്ങിനെ കുറിച്ച് ധാരണയില്ല, സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് KSEB ബില്ലിനെ കുറിച്ച് മുൻ DGP ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അത് വസ്തുതാവിരുദ്ധമെന്ന് KSEB പറയുന്നു. സൗരോർജ്ജ ബില്ലിങ്ങിനെ പറ്റി വേണ്ടത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നതാണ് KSEBയുടെ വാദം. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് KSEBയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രീലേഖ ശ്രമിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരവും അപലപനീയവുമാണെന്നും ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ശ്രീലേഖ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ KSEBയെ കാട്ടുകള്ളന്മാർ എന്നായിരുന്നു ശ്രീലേഖ വിശേഷിപ്പിച്ചിരുന്നത്. വീട്ടിലെ സോളാറിൽ നിന്നും 500 മുതൽ 600 യൂണിറ്റ് വരെ KSEBയ്ക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണക്കിൽ അത് 200 മുതൽ 300 യൂണിറ്റ് വരെ മാത്രമേ വരുന്നുള്ളൂ എന്നായിരുന്നു കുറിപ്പിലെ ആരോപണം. ഇപ്പോൾ KSEBയുടെ മറുപടി കുറിപ്പ് ഇപ്രകാരമാണ്. ശ്രീമതി ശ്രീലേഖ IPS ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KSEBയുടെ സോളാർ ബില്ലിംഗ് തട്ടിപ്പാണ് എന്ന തരത്തിൽ തികച്ചും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കുറിപ്പ് പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സൗരോർജ്ജ ബില്ലിങ്ങിനെ പറ്റി വേണ്ടത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടാവണം ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ശ്രീമതി ശ്രീലേഖ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വൈദ്യുത ബില്ലിലെ വിവരങ്ങൾ തന്നെ പരിശോധിക്കാം. 5 കിലോവാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് സൗരോർജ്ജ നിലയമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 557 യൂണിറ്റാണ് നിലയത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചത്. അതിൽ തത്സമയ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള 290 യൂണിറ്റ് വൈദ്യുതി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 399 യൂണിറ്റ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള പീക്ക് മണിക്കൂറുകളിൽ 247 യൂണിറ്റ്, രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഓഫ് പീക്ക് മണിക്കൂറുകളിൽ 636 യൂണിറ്റ്. ഇങ്ങനെ വീട്ടിലെ ആകെ വൈദ്യുതി ഉപയോഗം 1282 യൂണിറ്റ്. ആകെ ഉപയോഗിച്ച വൈദ്യുതിയിൽ നിന്നും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറച്ച് ലഭിക്കുന്ന വൈദ്യുതിക്കാണ് KSEB ബില്ല് ചെയ്യുക. അതായത് 1282 മൈനസ് 290, 992 യൂണിറ്റിനാണ് ബില്ല് ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തെ ബില്ലിംഗ് യൂണിറ്റായ 992 യൂണിറ്റിന് നിലവിലെ താരിഫ് പ്രകാരം 10,038 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ബില്ലിൽ ഒരു തെറ്റുമില്ല എന്ന് വ്യക്തം. സൗരോർജ്ജ നിലയത്തിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പോൾ വൈദ്യുത ശൃംഖലയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഓൺ ഗ്രിഡ് സംവിധാനത്തെക്കാൾ മെച്ചമാണ് ബാറ്ററിയിൽ സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന ഓഫ് ഗ്രിഡ് സംവിധാനം എന്ന വിചിത്രമായ വാദവും കാണുന്നുണ്ട്. തികച്ചും അബദ്ധജടിലമായ വാദമാണിത്. താരതമ്യേന വളരെ ഊർജ്ജക്ഷമത കുറഞ്ഞ സംവിധാനമാണ് ബാറ്ററിയും തദ്വാര ഓഫ് ഗ്രിഡ് സോളാർ സംവിധാനവും. പ്രസ്തുത വ്യക്തിയുടെ പോസ്റ്റിലെ അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കും എന്ന പരാമർശവും വസ്തുതയല്ല. ലൈനിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദനം നടക്കുകയില്ല. KSEB വൈദ്യുതിക്ക് ഈടാക്കുന്ന വിലയും സൗരോർജ്ജ വൈദ്യുതിക്ക് നൽകുന്ന വിലയും തമ്മിലുള്ള അന്തരവും പോസ്റ്റിൽ സൂചിപ്പിച്ചു കണ്ടു. വൈദ്യുതിക്ക് നമ്മുടെ രാജ്യത്ത് ഡൈനാമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത്. പകൽ സമയത്തെ സോളാർ മണിക്കൂറുകൾ വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് 6 മണിക്കും രാത്രി 12 മണിക്കും ഇടയിലുള്ള വില. ആവശ്യകതയുടെ 75% സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി എത്തിക്കുകയാണ് KSEB. ആകെ വൈദ്യുതി വാങ്ങൽ വിലയുടെ ശരാശരി കൂടി കണക്കാക്കിയാണ് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുത താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത്. സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിച്ച അതത് സമയത്തെ ആവശ്യം കഴിഞ്ഞ് ഉത്പാദകർ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയുടെ വില സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്നതും പകൽ സമയത്ത് രാജ്യത്തെ സൗരോർജ്ജ വൈദ്യുതിയുടെ നിരക്ക് കണക്കാക്കിയാണ്. ആ നിരക്കനുസരിച്ചാണ് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയുടെ വില വാർഷികമായി കണക്കാക്കി KSEB സോളാർ ഉത്പാദകർക്ക് കൈമാറുന്നതും. പകൽ സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന സൗരോർജ്ജ വൈദ്യുതിക്ക് പകരം പീക്ക് മണിക്കൂറുകളിൽ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി നൽകുകയാണ് KSEB. ഇതൊക്കെയാണ് വസ്തുതകളെന്നിരിക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന KSEB എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രീമതി ശ്രീലേഖ ശ്രമിക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരവും അപലപനീയവുമാണ് എന്ന് പറഞ്ഞാണ് KSEB ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സോളാർ എനർജി, സോളാർ പാനൽ എന്നൊക്കെ പറയുന്നത് വളരെ ലാഭകരമായ സംഗതി തന്നെയാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഈ വൈദ്യുതിയുടെ ഈ ഉപഭോഗം എന്ന് പറയുന്നത് കുതിച്ചുയരുന്ന ഈ കാലത്ത് സോളാർ എനർജി തന്നെയാണ് സേഫും അതുപോലെ നമുക്ക് ആശ്വാസത്തോടു കൂടി ഇരുന്ന് കാറ്റുകൊള്ളാനും AC പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സോളാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.